ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ തേരി ബാത്തോമേ ഏസ ഉൽജാ ജിയ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പറയുന്നത്. ഷാഹിദും നമ്മുടെ കൃത്യശാണോ കണ്ട സിനിമയിൽ. അപ്പോൾ ഷെണൈസിൽ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അതേ ഒരു എലി കൊടുക്കും. അപ്പോൾ എന്തായാലും ഇവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ സിനിമ, അതുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത്. എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻ 4 തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കുന്ന സ്ക്രീനാണ്, അവിടെ തന്നെയാണ്. അപ്പോൾ പടം തുടങ്ങാൻ 5 മിനിറ്റ് കൂടി ഉണ്ട്. 4 വിളിച്ചിട്ടാ അപ്പോൾ അതെങ്കിൽ കുടിക്കാൻ മേടിക്കട്ടെ. ഓൾറെഡി രാവിലെ നമ്മൾ പ്രേമലവും കണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തു കണ്ടു, അത് കണ്ടിട്ടുണ്ട്. രണ്ടിൻ്റെയും അഭിപ്രായം ഞാൻ ചാനലിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 10:30 വൈകുന്നേരം തന്നെ മറ്റേ സിനിമ ലാൽ സലാം കാണാനുണ്ട്, രജനീകാന്തില്ല. അതും കൂടെ കണ്ടിട്ട് ഇന്ന് വീട്ടിൽ പോകണുള്ളൂ. ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് ലെമണേഡ് എടുത്തിട്ട് അത് ഫുള്ള് തരും. നല്ല ടേസ്റ്റുള്ള സാധനം. അനുപ ചെറിയ ഉറക്കപ്പിച്ച. സിനിമയൊക്കെ കണ്ട് വീട്ടിലെത്തി. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് കണ്ട സിനിമകൾ, ഇന്ന് റിലീസ് ചെയ്ത പടങ്ങൾ എല്ലാം സൂപ്പറാണെന്നുള്ളതാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി സിനിമകൾ എല്ലാം. രാവിലെ ഞാൻ ഫസ്റ്റ് കണ്ട പ്രേമല്ലു തൊട്ട്, അത് കഴിഞ്ഞ് കണ്ട അന്വേഷിപ്പിൻ കണ്ടെത്തും, അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ കണ്ട ഇപ്പോൾ തേരി ബാത്തോമിനെ ഏസ ഉൽജാ ജിയ എന്നുള്ള പടം, എല്ലാം പല ജോണർ പടങ്ങൾ. ഇനി ഇത് ഞാൻ ലാൽ സലാം കാണാൻ പോകണ്ട, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാം ഒന്നിനൊന്ന് നല്ല രസമുള്ള പടങ്ങൾ. ഇപ്പോൾ ഒരു സിനിമ പോലും എനിക്ക് തിയേറ്ററിൽ കണ്ടതിൽ എനിക്ക് ഒരു നഷ്ടവും തോന്നിയില്ല. ഭയങ്കര രസമായിരുന്നു. എല്ലാം പല ടൈപ്പ് ജോണറിലുള്ള പടങ്ങളാണ്. രാവിലെ കണ്ട പടം ഒരു പക്ക യൂത്ത് ഓറിയൻ്റ്, ഒരു അടിപൊളി ലവ് സ്റ്റോറി പടം. രണ്ടാമത് അത് ത്രൂ ഔട്ട് ചിരിക്കാനുള്ള ഒരു പടം. അതിനുശേഷം ഞാൻ കണ്ടത് ഒരു പക്ക ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഒരു പടം. അതിന് ശേഷം ഞാൻ കണ്ടത് ഒരു സൈഫൈ പടം. അതും ഇത് ഹെർ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് ഒരു സിനിമയുണ്ട്. ഒരു AI ബേസ്ഡ് ഒരു സിസ്റ്റത്തിനോട് പ്രണയത്തിലാവുന്ന നായകൻ. ഇതിനകത്ത് ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിനോട് പ്രണയത്തിലാവുന്ന നായകൻ. ആ രീതിയിലാണ് പോണത്. ട്രെയിലർ കണ്ടവർക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർക്ക് ചെറിയ രീതിയിൽ സസ്പെൻസ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ട്രെയിലർ കണ്ടവർക്ക് എന്തായാലും അത് മനസ്സിലാവും. ഈ സിനിമ ഭയങ്കര ഫണ്ണായിരുന്നു. ഒന്നാമത് ഷാഹിദ് ആയിക്കോട്ടെ, ഇതിനകത്ത് കൃത്യസേനൻ ആയിക്കോട്ടെ. കൃത്യനെ നമ്മൾ ഓൾറെഡി അറിയാം. മിമിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. അതുപോലെ നിങ്ങൾ എത്ര പേര് ബറേലിക്ക് ബർഫി കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, അതൊക്കെ നല്ല മനോഹരമായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു നടിയാണ്. ഇതിനകത്ത് വളരെ നന്നായിട്ടാണ് കൃത്യ പെർഫോം ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി വളരെയധികം പടം ഇഷ്ടപ്പെട്ടു. അനുപയ്ക്കും ഭയങ്കര ഇഷ്ടമായി. അനുപ മസാല പടങ്ങളുടെ ആളാണ്. അനുപയ്ക്ക് ഭയങ്കരമായിട്ട് ഈ പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഷാഹിദിന്റെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, കൃത്യസനന്റെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, സെറ്റുകളായിക്കോട്ടെ, കാണിക്കുന്ന ഗ്രാൻഡ്യൂർ എല്ലാം വേറെ ലെവൽ. ഒരു കരൺ ജോഹർ അല്ലെങ്കിൽ ഒരു നമ്മുടെ ലവ് രഞ്ജൻ മൂവീസിലൊക്കെ കാണുന്ന ലെവലിലാണ്. ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു കഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഒരു പഞ്ഞവും വരുത്തിയിട്ടില്ലെന്നാണ്. സ്റ്റൈലിഷ് ഡ്രസ്, ബ്രാൻഡഡ് സാധനങ്ങൾ, മികച്ച കാറുകൾ, ഹാഷ് പൂഷ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. മൊത്തത്തിൽ വിഷ്വൽ ട്രീറ്റാണ് പടം. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസം. പിന്നെ ഡാൻസ്, കൃത്യ ആയിക്കോട്ടെ, ഷാഹിദ് ആയിക്കോട്ടെ, ഒന്നിനൊന്ന് കടത്തി വെല്ലുന്ന ഡാൻസാണ്. എൻ്റെ പൊന്നു, ഷാഹിദിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു രക്ഷയില്ലാത്ത ഡാൻസ് കാണാൻ പറ്റി. കിടിലം പാടം ഇവിടെ. എൻ്റെ അഭിപ്രായത്തിൽ കിടിലം പാടാണ്. എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ സിനിമ. ഇതിനകത്ത് ലോജിക്കും പല കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോജിക്കൽ എറേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കും. പക്ഷെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു സാമാന്യ ഒരാളുടെ ലോജിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യണ ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ സിനിമയുടെ കേസിൽ ചില രീതിയിൽ പറയുള്ളൂ. അതും ഇത് ഒരു റിയലിസ്റ്റിക് പടമായിട്ടൊന്നും അല്ല ഇവർ എടുത്തേക്കണതും ക്ലെയിമും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ അങ്ങനത്തെ എന്താ പറയാ, ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സാധനം കാണിച്ചാലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. അല്ലാത്ത പക്ഷം ഞാൻ സിനിമ മാത്രമായിട്ട് കാണുള്ളൂ. ഒരു രക്ഷയില്ല. നല്ല രസമായിരുന്നു ഈ സിനിമ കണ്ടിരിക്കാൻ. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഐ സോ ദിസ് മൂവി ഇൻ ദ തിയേറ്റർ. അതും ഷെണൈസ് സ്ക്രീൻ 4 ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സ്ക്രീൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് അടിപൊളി. അത് ലേസർ പോലുമല്ല, പക്ഷേ സോണി 3D വേൾഡിന്റെ പ്രൊജക്ഷൻ ആയിരിക്കുന്നത്. പൾസിന്റെ സ്പീക്കേഴ്സാണ്. ഏറ്റവും മികച്ച സ്പീക്കർ ഒന്നുമല്ല, പക്ഷെ
ആ ഒരു ചെറിയ തിയേറ്ററിന് ആ സ്ക്രീൻ ക്ലാരിറ്റിയും 4K ആണ് പ്രൊജക്ഷൻ, സെനം പ്രൊജക്ഷൻ ആണ്, ലേസർ അല്ല. എന്നാൽ പോലും എന്ത് രസമായിരുന്നു അറിയാമോ അവിടെ സിനിമ ആണ്. എനിക്ക് ഒരു നഷ്ടമില്ല ഈ സിനിമ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടതിൽ. അനുവയ്ക്കും അതേ അഭിപ്രായം തന്നെ. അനുവ എന്നോട് പറഞ്ഞ് ഏട്ടാ എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ വീഡിയോയുടെ അഭിപ്രായം ഒന്ന് ഇട്ടായിരുന്നു. കാരണം അത്ര എൻജോയ് ചെയ്ത് ഈ സിനിമ ആരെങ്കിലും ഞങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് കാണാൻ പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കേണ്ട മക്കളെ. ഈ ഫുൾ വീഡിയോ ഒന്നും കാണണ്ട, നേരെ പോയി കണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതൽ. നിങ്ങളിങ്ങനെ നമ്മുടെ റോക്കി ആൻഡ് റാണിയെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ലവ് രഞ്ജൻ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ് സോനുക്കി ടിറ്റോക്കി സ്വീറ്റി. ആ സിനിമ, പിന്നെ അതുപോലെ പ്യാർക്ക പഞ്ചനാമാക്ക, അതൊക്കെ കണ്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് പോയി കാണാം. ആ ഒരു വൈബിലാണ് ഈ സിനിമ സൈഫ രൂപത്തിൽ എടുത്തേക്കണത്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു. ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള മൂവി. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി. ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർഡറിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേമല്ലു ഫസ്റ്റ്. കാരണം അത് ഭയങ്കര ചിരിച്ച് ഞാൻ ഒരു രസമായി. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാൽ മതി. ഇതിന്റെ താഴെ തന്നെ ഞാൻ ഇട്ടേക്കാം. പിന്നെ എൻജോയ്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സിനിമ തെരി ബദോമയാണ് എൻജോയ്മെന്റ് വൈസ് നോക്കുക. പക്ഷെ കഥാപരമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് പടം അങ്ങനത്തെ രീതി നോക്കുകയാണെങ്കിൽ ടൊവിയുടെ പടമാണ് വെക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ തന്നെ ടൈ കൊടുക്കണം. രണ്ടാം സ്ഥാനം ഇനി ലാൽ സലാം കൂടി കാണാനുണ്ട്, അതും കൂടെ കണ്ടിട്ട് ബാക്കി പറയാം. എന്തായാലും അതും കൂടി സൂപ്പർ ആണെങ്കിൽ ഐ ആം പെരുത്ത് ഹാപ്പി എന്ന് ഞാൻ പറയും നാളെ വന്നിട്ട്. കാരണം ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ പടം നല്ലത് കാണാൻ പറ്റിയാൽ അത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം ഈ വയറിളകുന്ന പോലെ സിനിമ ഇറങ്ങുന്ന സമയത്ത് നല്ല അടുപ്പിച്ച് നല്ല സിനിമകൾ കണ്ടത് വളരെ ചുരുക്കം ഒരു അവസ്ഥയിലാണ്. അതും ഒരേ ദിവസം തന്നെ അങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് കണ്ട 3 പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. 4-ാമത്തേത് ഇപ്പം പോകാൻ പോവാണ്. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വൈകുന്നേരത്തിൽ ഷോ ആണ്. 10:30 ഷോയ്ക്കാണ് ഞങ്ങൾ പോണത്. അതും കൂടി സൂപ്പറാണ് കണ്ടല്ലോ. ഈ ആഴ്ച ഞാൻ ധന്യനായി, അതെനിക്ക് പറയാനുള്ള. ഇനി അടുത്ത ആഴ്ചയിലേക്ക് എനിക്ക് സമാധാനമായിട്ട് സന്തോഷത്തോടെ വെയിറ്റ് ചെയ്തിരിക്കാം. ബ്രഹ്മയുഗവും നമ്മുടെ മഞ്ഞുമൽ ബോയ്സും കാണാനായിട്ട്, പിന്നെ തുണ്ട് ഇറങ്ങേണ്ടതാണ് അതും കാണാനായിട്ട്. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ മാരത്തോൺ സീനായിരിക്കും മിക്കവാറും. പക്ഷെ ഈ ആഴ്ച ഐ ആം വെരി ഹാപ്പി. ഈ ഒരു ലാൽ സലാം കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കി ഞാൻ പറയാം. എന്തായാലും ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ്ഡ് ഇറ്റ്. ഒരു കളർഫുൾ കാര്യം പറയുമ്പോഴാണ് ഈ സിനിമ നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചവർ തിയേറ്ററിൽ പോയി കാണാൻ നിൽക്കരുത്. കാരണം അത്രയും ഭംഗിയിൽ ഒരു ഫ്രെയിമിനകത്ത് 6GB എല്ലാ വിബ്ജിയോറിലുള്ള കംപ്ലീറ്റ് കളറും ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ കളർഫുൾ ആയിട്ട് അന്യ റെസൊല്യൂഷനാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ എല്ലാം ഒന്നിനൊന്ന് വേറെ ലെവൽ കളർ മാറി പൊത്തിയേക്കനാണ്. അത് കാണാൻ തന്നെ രസമാണ്. ഈ സിനിമയുടെ ഓരോ ഷോട്ടുകളും, ചില ഷോട്ടൊക്കെ എനിക്ക് വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ തോന്നി. കാരണം അത്രയും രസമായിട്ടാണ് ചിലതൊക്കെ ചെയ്യുന്നത്. ഒരു ഷോട്ട് ഉണ്ട്, ഷാഹിദ് കയ്യിൽ കുറെ മറ്റേ സീരിയലായിട്ട് പിടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവളെ കണ്ടുകഴിയുമ്പോഴേക്കും ഭയങ്കര ഫിലിമിയാണ്. പക്ഷെ ഇതാണ് കത്തണത്. എന്ത് രസമായിരുന്നു കാണാൻ. വിഷ്വലി ഭയങ്കര ഭംഗിയായിരുന്നു. പാട്ടുകളും പാട്ടൊക്കെ കുറെ പാട്ട്, ഇന്നത്തെ 3 പാട്ട് 4 പാട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ ഇരുന്ന് വെച്ച് എവിടെയൊക്കെ കേട്ട പോലെ ഏതോ പണ്ടത്തെ ആൽബം ഒക്കെ റീമേക്ക് ചെയ്ത പോലെയൊക്കെ. പിന്നെ തെരി ബാത്തോമേ ഉത്സവത്തി എന്നുള്ള പാട്ട് പഴയ പാട്ടാണ്. അന്നേരം ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു എല്ലാം ഇനി റീമേക്ക് പാട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൽബത്തിന്റെ പിന്നീട് റീമേക്ക് ചെയ്താണോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല രസം തോന്നി. എന്തായാലും ഇതിന്റെ ഡയറക്ടേഴ്സ് 2 പേരെ എനിക്ക് തോന്നുന്നൊരു കപ്പിളാണോ എന്താണെന്ന് എനിക്കറിയാം. 2 പേരാണ് ഇത് ഡയറക്ട് ചെയ്തേക്കണത്. നൈസ് ആയിരുന്നു. പിന്നെ ഒരാളുടെ ക്യാമിയോ അപ്പിയറൻസ് ലാസ്റ്റ് ഉണ്ട്. അത് കുഴപ്പമില്ല, എനിക്ക് ആളെ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ ഇങ്ങനെ എടുത്തു പറയാനൊന്നും തോന്നിയില്ല. എന്തായാലും നൈസ് ചോയ്സ് കൃതി സനൻ. ഈ ചില സിനിമകൾ നിങ്ങൾ എടുക്കുന്നത് ആദിപുരുഷ് മാത്രം തെറ്റിപ്പോയി. അതൊരിക്കൽ ബാക്കിയെല്ലാം വളരെ നല്ല ഫിലിം ചോയ്സസ് ആണ്. സൂപ്പർ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് മാത്രം അഭിപ്രായം ഇടാം. കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഇടാം, അല്ലാത്തൊരു അഭിപ്രായം ഇടരുത്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം ഇട്ടാൽ മതി. മസാല സിനിമകൾ, ബോളിവുഡ് സിനിമകളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അഭിരുചിയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ വൈഫിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവള് ഇൻഫാക്ട് പറയുകയും ചെയ്ത് അവൾക്ക് ടൊവിയുടെ പടത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സിനിമയാണെന്ന് അവൾ പറഞ്ഞ അഭിപ്രായമാണ്.
കാരണം അവൾ കുറച്ചുകൂടി എൻജോയ്മെന്റ് തരത്തിലുള്ള പടങ്ങൾ കാണാൻ ആസ്വദിക്കുന്ന ആളാണ്. അന്നും പറഞ്ഞ് ആ പടം ഇഷ്ടമായില്ല എന്നല്ല, അതും ഇഷ്ടപ്പെട്ടു. എന്താണ് ഇതാണ്, ഇത്രേ ഉള്ളൂ. അപ്പം നാളെ നമ്മുടെ ലാൽ സലാമിൻ്റെ വീഡിയോ വരും, അത് നാളെ രാവിലെ ഇടാം. ഞാനിപ്പോൾ 10 മണി 10:30 ചോദിക്കാൻ പോണത്. കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അഭിപ്രായമായിട്ടേക്കാം. അതും കൂടി നല്ല ഈ ആഴ്ച പൊളിച്ച്, അത്ര എനിക്ക് പറയാനുള്ളത്. പിന്നെ നാളെ പറ്റിയാൽ നമുക്ക് ലവർ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ കൂടെ വന്നിട്ടുണ്ട്, പറ്റി അതും കൂടെ കണ്ടുപോകാം കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ ട്രെയിലർ അതും ഇതൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ റിയാക്ഷൻസ് ഇടണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് റിക്വസ്റ്റ് ഉണ്ട്. ഒരു മച്ചാൻ സ്ഥിരമായിട്ട് എനിക്ക് വിദ്യുത് ജാമവാലിൻ്റെ സിനിമകളെ പറ്റിയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ക്രാക്കിൻ്റെ ടീസർ ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചെയ്യും. പിന്നെ വിദ്യുത് ജാമവാലം അറിയാൻ പറയാനാണ് ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ, ബിക്കോസ് ഹി ഡിസേർവ്സ് ഇറ്റ്. മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആക്ഷൻ സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന് പറയും. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ആ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ വന്ന് കളരിപ്പയറ്റ് പഠിച്ച് കളരിപ്പയറ്റിന്റെ അംബാസഡർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ടും ആ പുള്ളിക്ക് കിട്ടേണ്ട റെക്കഗ്നിഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പുള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്, തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. ക്രാക്കിന്റെ ട്രെയിലർ കാണാത്തവർ കണ്ടുപോകുക, ടീസർ കാണാത്തവർ കണ്ടുപോകുക. അതിൻ്റെയും അഭിപ്രായം ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഞാൻ മറക്കുന്നില്ല, എല്ലാ കമൻസും കാണുന്നുണ്ട്, ഓരോരുത്തരിടുന്ന കമൻസ് ഞാൻ വായിക്കാറുണ്ട്, സമയം കിട്ടുന്നതനുസരിച്ച് ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ സമയപരിധി മൂലം ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നേ ഉള്ളൂ. പിന്നെ വേറെയും ഒരു കാര്യം കൂടി പറയുന്നു, കുറേ പേര് കുറേ നാട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ പുറകെ ഇരിക്കുന്ന PS5 വീഡിയോ ഇടുന്നതിനെ പറ്റി. അതും ഞാനിടാം. PS5 മാത്രമേ കുറേ സാധനങ്ങളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കുറേ ഗെയിംസ് അതുമൊക്കെ എല്ലാം പറ്റിയുള്ള വീഡിയോ ഇടാം. കുറച്ച് സമയം തരും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ വേറൊരു സാധനം കൂടി നിങ്ങൾ കാണും, അത് ഞാൻ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. റിവീൽ ചെയ്തുകൊണ്ട് വീഡിയോ ഉണ്ടാവട്ടെ. അപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോ ഇടണം. ലാൽ സലാമിൻ്റെ വീഡിയോ നാളെ വരും. ടാറ്റ.